നമസ്തേ. ശ്രീവിനായക ജ്യോതിഷ വാസ്തു വിദ്യാപീഠത്തിന്റെ ജ്യോതിഷ അറിവുകളിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മുടെ പ്രഭാഷണം നടക്കാൻ പോകുന്നത് കരിനാളുകൾ അഥവാ കരിദിനങ്ങളെക്കുറിച്ചാണ്. ഹിന്ദു ജ്യോതിഷ പ്രകാരം മരണവുമായി ബന്ധപ്പെട്ട പ്രധാനമായും 3 ദോഷങ്ങളെയാണ് പറയുന്നത്. വസുപഞ്ചകം, ബലിനക്ഷത്രം, പിണ്ടനൂൽ എന്നിവയാണ് അവ. ഈ നക്ഷത്രങ്ങളിൽ മരണം സംഭവിച്ചാൽ കുടുംബത്തിന് ദോഷങ്ങളോ അനിഷ്ട സംഭവങ്ങളോ ഉണ്ടാകാതിരിക്കാൻ ജ്യോതിഷവിധി പ്രകാരം പരിഹാര കർമ്മങ്ങൾ ചെയ്യേണ്ടതായിട്ടുണ്ട് എന്നാണ് ജ്യോതിഷ ആചാര്യന്മാർ പറയുന്നത്. വസുപഞ്ചകം എന്താണെന്ന് നോക്കാം. അവിട്ടം 2ാം പകുതി, ചതയം, പൂരിട്ടാതി, ഉത്രട്ടാതി, രേവതി എന്നീ നക്ഷത്രങ്ങളാണ് വസുപഞ്ചകത്തിൽ വരുന്നത്. ദോഷഫലങ്ങളായി കണക്കാക്കുന്നത് ഈ ദിവസങ്ങളിൽ മരണം നടന്നാൽ ആ കുടുംബത്തിൽ മറ്റൊരു മരണം കൂടി നടക്കും എന്നാണ് വിശ്വാസം. എന്നാൽ തിഥി, ആഴ്ച, നക്ഷത്രം, ലഗ്നം എന്നിവ കൃത്യമായി ഒത്തുവന്നാലേ പൂർണ്ണദോഷം പറയപ്പെടുന്നുള്ളൂ. ഈ ബലി നക്ഷത്രം എന്താണെന്ന് നോക്കാം. നക്ഷത്രങ്ങൾ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പുണർദം, വിശാഖം, ചോതി, രേവതി, രോഹിണി, ഉത്രം, തിരുവോണം, തൃക്കേട്ട, അവിട്ടം എന്നീ നക്ഷത്രങ്ങളെ ബലി നക്ഷത്രങ്ങൾ എന്ന് പറയുന്നു. ദോഷഫലം: ഇത്തരം ദിവസങ്ങളിൽ മരണം സംഭവിച്ചാൽ ആ കുടുംബത്തിൽ വീണ്ടും മരണം ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്നാണ് വിശ്വാസം. ഇനിയും മറ്റൊരു ദോഷമാണ് പിണ്ടനൂൽ ദോഷം. പിണ്ടനൂൽ ദോഷം എന്താണെന്ന് നമുക്ക് നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അതിൽ വരുന്ന നക്ഷത്രങ്ങൾ കേട്ട, കാർത്തിക, പൂരം, പൂരാടം, പൂരിട്ടാതി, ഭരണി, ആയില്യം, തിരുവാതിര, ചോതി എന്നീ നക്ഷത്രങ്ങളിൽ മരണം സംഭവിച്ചാൽ പിണ്ടനൂൽ ദോഷം ഉണ്ടാകുന്നു എന്നാണ് പറയപ്പെടുന്നത്. ഇത് ചെയ്യേണ്ട പരിഹാരങ്ങൾ: ഈ നക്ഷത്രങ്ങളിൽ മരണം സംഭവിച്ചാൽ സാധാരണ രീതിയിലുള്ള സംസ്കാര ചടങ്ങുകൾ മാത്രം ചെയ്താൽ പോരാ. മരണാനന്തര ചടങ്ങുകൾക്ക് ശേഷം നിശ്ചിത ദിവസത്തെ പുല കഴിഞ്ഞ് വീട് ശുദ്ധമാക്കുകയോട് ചെയ്യണം. ദോഷശാന്തിക്കായി വിധിപ്രകാരം മൃത്യുഞ്ജയ ഹോമം, യമരാജ ഹോമം, ഗണപതി ഹോമം തുടങ്ങിയവ നടത്തേണ്ടതായിട്ടുണ്ട്. മരിച്ചയാളുടെ ജന്മനക്ഷത്രം തോറും അടുത്തുള്ള ക്ഷേത്രങ്ങളിൽ മൃത്യുഞ്ജയ മന്ത്രാർച്ചനയും പിതൃകർമ്മങ്ങളും 1 വർഷത്തോളം ചെയ്യുന്നത് ഉത്തമമായി കരുതപ്പെടുന്നു. ശ്രദ്ധിക്കുക, ഈ ദോഷങ്ങൾ അനുഭവത്തിൽ വരാതിരിക്കാൻ ആചാര്യന്റെയോ ജ്യോതിഷിയുടെയോ നിർദ്ദേശപ്രകാരം പരിഹാരകർമ്മങ്ങൾ ചെയ്യുന്നതാണ് ഉത്തമം. ജ്യോതിഷപ്രകാരം അത്ര ശുഭകരമല്ലാത്ത ദിവസങ്ങളെയാണ് കരിനാളുകൾ അഥവാ കരിദിനങ്ങൾ എന്ന് വിളിക്കുന്നത്. ദക്ഷിണേന്ത്യൻ ജ്യോതിഷത്തിൽ, പ്രത്യേകിച്ച് തമിഴ്, മലയാളം പഞ്ചാംഗങ്ങളിൽ മാത്രമാണ് ഈ ദിവസങ്ങൾ കണക്കാക്കുന്നത്. നമ്മുടെ ആന്ധ്ര മുതൽ തെലങ്കാന മുതൽ വടക്കോട്ടുള്ള സ്റ്റേറ്റുകളിൽ ഇത്തരം ആചാരങ്ങൾ നിലവിലില്ല. കരിദിനങ്ങളോ അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളോ ഒന്നും ജ്യോതിഷത്തിൽ അവിടെ കണക്കാക്കപ്പെടുന്നില്ല. നമ്മുടെ മലയാള രീതിയിൽ കരിനാളുകൾ കണക്കാക്കപ്പെടുന്ന വിധം ഓരോ മാസവും വരുന്ന കരിനാളുകൾ പ്രധാനമായും സൗരമാസത്തെ, അതായത് സൂര്യന്റെ മാസത്തെ അടിസ്ഥാനപ്പെടുത്തിയാണ് കണക്കാക്കുന്നത്. ഒരു വർഷത്തിലാകെ 33 ദിവസങ്ങളാണ് ഇത്തരം കരിനാളുകളായി കണക്കാക്കപ്പെടുന്നത്. അന്നേ ദിവസങ്ങൾ ഒന്നിനും കൊള്ളില്ല, ഒരു ശുഭകർമ്മവും ചെയ്യാൻ പാടില്ല എന്നാണ് പറയപ്പെടുന്നത്. മാസങ്ങൾ തോറുമുള്ള കരിനാളുകൾ വരുന്ന ദിവസങ്ങൾ നമുക്കിനി നോക്കാം. മേടം 6, 5 തീയതികൾ, ഇടവം 7, 16, 17 തീയതികൾ, മിഥുനം 1, 6 തീയതികൾ, കർക്കിടകം 2, 10, 20 തീയതികൾ, ചിങ്ങം 1, 9, 21 തീയതികൾ, കന്നി 15, 16 തീയതികൾ, തുലാം 4, 14 തീയതികൾ, വൃശ്ചികം 10, 11 തീയതികൾ, ധനു 9, 11 തീയതികൾ, മകരം 1, 6, 20 തീയതികൾ, കുംഭം 11, 19 തീയതികൾ, മീനം 13, 15 തീയതികൾ എന്നിവയാണ്. ജ്യോതിഷത്തിൽ പറയുന്ന മറ്റൊരു കണക്കനുസരിച്ച് ചില പ്രത്യേക നക്ഷത്രങ്ങളിൽ, ഉദാഹരണത്തിന് ഭരണി, തിരുവാതിര, ആയില്യം, പൂരം, ചോതി, കേട്ട തുടങ്ങിയ നാളുകളിൽ നക്ഷത്രങ്ങളിൽ മരണം സംഭവിച്ചാൽ അത് കരിദിനമായി കണക്കാക്കുകയും ദോഷപരിഹാരം ചെയ്യുകയും വേണം എന്നാണ് പറയപ്പെടുന്നത്. അതൊരു വിശ്വാസം മാത്രമാണ്. നമുക്ക് ജ്യോതിഷത്തിന്റെ അടിസ്ഥാന തത്വങ്ങളിലുള്ള കാര്യങ്ങളാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ല എന്ന് തന്നെ പറയേണ്ടി വരും. ഒരു നാട്ടുപ്രമാണമായിട്ട് അവനെ നമുക്കിത് കണക്കാക്കിയാൽ മതിയാകും. കവടി പ്രശ്നം, വാസ്തു പ്രശ്നം, ആഭിചാര പ്രശ്നം, വിവാഹ മുഹൂർത്തങ്ങൾ, ജാതകം, ജാതകഗണന, സമയം, സമയദോഷങ്ങൾ, ശത്രുദോഷങ്ങൾ, ആഭിചാര ദോഷങ്ങൾ, ഏലസുകൾ, യന്ത്രങ്ങൾ, ദേഹരക്ഷ എന്നിവേണ്ട ജ്യോതിഷ സംബന്ധമായ എല്ലാ വിവരങ്ങൾക്കും അറിയാനായി സേവനങ്ങൾക്ക് വേണ്ടി നമ്മളെ വിളിക്കേണ്ട നമ്പർ 9553049953. ഏവർക്കും നന്ദി, നമസ്കാരം.